സീരിയൽ രംഗത്തു നിന്നും സിനിമാ രംഗത്തേക്ക് കടക്കാൻ കഴിഞ്ഞവർ അടുത്ത കാലത്ത് വളരെ ചുരുക്കമാണ്. സീരിയൽ താരങ്ങളായതിനാൽ മാറ്റി നിർത്തുന്നെന്ന് നിരവധി അഭിനേതാക്കൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തരം മുൻ ധാരണകളെയെല്ലാം മറികടന്ന് സിനിമാ ലോകത്ത് മികച്ച തുടക്കം നടി സുചിത്ര നായർക്ക് ലഭിച്ചു. മലൈക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ചിത്രത്തിൽ മികച്ച കഥാപാത്രമാണ് സുചിത്രയ്ക്ക് ലഭിച്ചത്. സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും സുചിത്രയ്ക്ക് മികച്ച തുടക്കമാണ് സിനിമാ രംഗത്ത് വാലിബനിലൂടെ ലഭിച്ചത്. വാനമ്പാടി എന്ന സീരിയലിലാണ് സുചിത്രയെ ജനപ്രിയയാക്കുന്നത്. ഹിറ്റായ ഈ സീരിയലിന് ശേഷം ഇനിയൊരു സീരിയൽ ചെയ്യില്ലെന്നും ഒരു സിനിമയെങ്കിലും ചെയ്യണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും സുചിത്ര പറഞ്ഞിരുന്നു. വാലിബനിലൂടെ ഈ സ്വപ്നം സാധ്യമായി. വാലിബന് ശേഷം നടിയുടെ പുതിയ സിനിമകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോഴിതാ സുചിത്രയ്ക്ക് വന്ന മാറ്റമാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. സുചിത്ര പങ്കുവച്ച പുതിയ ഫോട്ടോകൾ വണ്ണം കുറച്ച് മെലിഞ്ഞ് സുന്ദരിയായാണ് സുചിത്രയെ കാണുന്നത്. വാലിബൻ്റെ പ്രൊമോഷൻ ഇവൻറ്റുകൾക്കെത്തിയപ്പോൾ സുചിത്രയ്ക്ക് വണ്ണമുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല മാറ്റമുണ്ടല്ലോ എന്നാണ് ആരാധകരുടെ ചോദ്യം. തനിക്ക് വണ്ണം കൂടിയതിനെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ സുചിത്ര നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം നന്നായി വണ്ണം കുറഞ്ഞിരുന്നു. ഡയറ്റിങ്ങും വ്യായാമവുമൊക്കെയാണ് ഫിറ്റ്നസ് നിലനിർത്തി. എന്നാൽ ന്യൂറോയുടെ ചില പ്രശ്നങ്ങൾ വന്നതോടെ സ്റ്റിറോയിഡുകൾ കഴിക്കേണ്ടി വന്നു. ഇതോടെയാണ് വീണ്ടും വണ്ണം കൂടിയതെന്ന് സുചിത്ര വ്യക്തമാക്കി. ഒറ്റയടിക്ക് 17 കിലോയോളം ഭാരം കൂടി. സ്റ്റിറോയിഡുകളൊക്കെ നിർത്തി. ഇപ്പോൾ സാധാരണ നിലയിലേക്ക് വന്നു തുടങ്ങിയെന്ന് നടി അന്ന് പറഞ്ഞു. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ സമയത്താണ് സുചിത്ര ഇക്കാര്യം പങ്കുവച്ചത്. സിനിമ റിലീസ് ചെയ്ത ശേഷം പൊതുവിടങ്ങളിൽ നടിയെ അധികം കണ്ടിരുന്നില്ല. വണ്ണം കുറച്ച് വീണ്ടും പഴയ ഫിറ്റ്നസ് വീണ്ടെടുത്തിരിക്കുകയാണ് സുചിത്ര. സുചിത്രയുടെ ശാലീന സൗന്ദര്യത്തെ പ്രശംസിക്കുന്നവർ ഏറെയാണ്. സിനിമാ രംഗത്ത് സുചിത്ര സജീവമാകട്ടെ എന്ന് ആരാധകർ ആശംസിക്കുന്നുണ്ട്. താനൊരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് വാലിബൻ്റെ പ്രൊമോഷൻ സമയത്ത് സുചിത്ര പറഞ്ഞിരുന്നു. ടോക്സിക് റിലേഷൻഷിപ്പായിരുന്നു താനെന്നും സുചിത്ര തുറന്നു പറഞ്ഞു. ഇപ്പോൾ ആരോടും അനുവാദം ചോദിക്കണ്ട. സ്നേഹിക്കുന്ന ആൾ കൂടെയുണ്ടെങ്കിൽ എന്തിനും അനുവാദം ചോദിക്കേണ്ടി വരും. ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് കടന്നപ്പോഴാണ് ഞാനൊരു കൂട്ടിലായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കിയത്. ഒരു സാരി ഉടുക്കുന്നത് പോലും ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് കുറേ ത്യാഗം ചെയ്തു. താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണതെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നെന്നും സുചിത്ര തുറന്നു പറഞ്ഞു. വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനും സുചിത്ര മറുപടി നൽകി. വിവാഹം ചെയ്യില്ലെന്ന് പറയുന്നില്ല. ആദ്യം വേണ്ടെന്നായിരുന്നു. പക്ഷേ വീട്ടിൽ കഠിനമായ പ്രഷറുണ്ട്. സിനിമയിലും കൂടെ വന്നപ്പോൾ അവർക്ക് ടെൻഷനുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് സിനിമകൾ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്ത് എൻ്റെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കും.